സ്റ്റാർട്ട് സെല്ലിങ് ചെയ്താലും മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. ഇന്ന് പുതിയൊരു സ്ഥലത്ത് 5-10 ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എത്ര ഷോപ്പിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 ഷോപ്പിലൊക്കെ പോയാലാണ് 3-4 ഷോപ്പിലേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്നലെ ഒരു 5-6 ഷോപ്പ് വിസിറ്റ് ചെയ്ത് ഏതിലും കയറാൻ പറ്റിയിട്ടില്ല. ഇനീഷ്യലി തന്നെ അങ്ങനെ കയറാന്നുള്ളത് ഹാർഡാണ്. പക്ഷേ പോവുക, കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, വീണ്ടും പോവുക, റിപ്പീറ്റഡ്ലി കാണുമ്പോൾ തന്നെയാണ് അവർക്കൊരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അവർ വെക്കുള്ളൂ. ആൻഡ് അവർ വെക്കുക എന്നുള്ളതല്ല ടാസ്ക്, വെച്ചെടുത്ത് സാധനം അവരെ ഷെൽഫിൽ നിന്ന് കാലിയാവുക എന്നുള്ളതാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സ് വാങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് സാധനം വർക്കാവുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് പാക്കേജിങ്, പ്രൈസിങ് കാര്യങ്ങളൊക്കെ മാറ്റി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. സോ ഇന്ന് നമ്മൾ തലശ്ശേരി പോവാണ്. തലശ്ശേരിയിൽ എത്ര ഷോപ്പുകൾ കയറ്റാൻ വേണ്ടി പറ്റുമോ നോക്കാം. അങ്ങനെ നമ്മൾ തലശ്ശേരി ഫുള്ള് പോയി കവറാക്കി വന്നിട്ടുള്ള ഇന്ന് കുറേ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റി. നല്ല ട്രാഫിക്കുള്ള കുറേ ഷോപ്പുകൾ വിസിറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ അടുത്ത് 2 ഷോപ്പിൽ ഏകദേശം സെയിലായിട്ടുണ്ട്. ആൻഡ് കുറേ കാര്യങ്ങൾ പഠിച്ചു. അതായത് സാധനം എടുക്കാത്ത ആൾക്കാരുടെ അടുത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതായത് സാധനം എടുക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, എടുത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിക്കുക. അതായത് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ആണ്, അതായത് സാധനം മൂവ് ആയിട്ട് ആളുകൾ വീണ്ടും ചോദിച്ചു വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് മൂവ്, ഏത് പ്രൈസിലാണ് വർക്ക് എന്നുള്ളതൊക്കെ മനസ്സിലാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് സ്റ്റാർട്ട് സെല്ലിങ് ചെയ്താലും മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. എങ്ങനെയാണ് നമ്മളെ പാക്കേജിങ് വർക്കാകുന്നത്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി. ഒരിക്കലും നമ്മൾ ഇരുന്ന് എത്ര പോളിഷ് ചെയ്ത് എത്ര പ്രൊഫഷണലായിട്ട് ഇറക്കിയാലും അത് വർക്കാവില്ല അൺലെസ് സംവൺ പേ ഫോർ ഇറ്റ്. ഒരാൾ പേ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫീഡ്ബാക്ക് വരുള്ളൂ. ആ ഫീഡ്ബാക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ ഒരിക്കലും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഈ സാധനം ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്ന എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വേണ്ടത് ഫീഡ്ബാക്കാണ്. നാളെ കണ്ണൂർ പോകുന്നുണ്ടാവും ഇൻഷാ അല്ലാഹ്.